ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. സോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ പിങ്കും യെല്ലോയും കളറുള്ള പൈപ്പ് ക്ലീനേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനെടുത്ത കളർ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കളർ എടുത്താൽ മതി. എന്നിട്ട് അതിനൊന്ന് മടക്കി 4 ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൽ കാണുന്നത് പോലെ ഈ കട്ട് ചെയ്ത ഭാഗത്തിന്റെയൊക്കെ പകുതി വരെ ഇതിന്റെ പൂടിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിന്റെ കമ്പി കാണുന്നത് വരെ ആക്കിയെടുക്കണേ. ഇനി ഏതെങ്കിലും ടൂത്ത് പിക്കോ ഈർക്കലിയോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ പൈപ്പ് ക്ലീനറിന്റെ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ പൂട പോലത്തെ സാധനമൊക്കെ ഏതെങ്കിലും കിറ്റിന്റെ ഉള്ളിൽ കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആയി കഴിഞ്ഞാൽ പോകാൻ നല്ല പാടായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും ഞാനത് പറഞ്ഞു തന്നതാണ്. ഇനിയൊരു ഫ്ലോറൽ ടേപ്പ് എടുത്ത് ഇതിന്റെ പകുതി വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇതിലൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു വലിയൊരു പൈപ്പ് ക്ലീനർ എടുക്കുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ചുറ്റി കഴിഞ്ഞാൽ ഫ്ലവർ റെഡിയാക്കി എടുക്കുക. ഇനിയൊരു ഫ്ലോറൽ ടേപ്പ് എടുക്കുക. എന്നിട്ട് ഇതിന്റെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഒക്കെ ഇതിനെ ഓരോന്നോരോന്നായിട്ട് ഗ്യാപ്പിട്ട് ചുറ്റി ലാസ്റ്റ് വരുമ്പോൾ ഒരു ഈർക്കലി വെച്ച് കൊടുക്കുക. കാരണം ഇതിന് സ്റ്റേബിൾ ആയിട്ട് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനും ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കുക. ഇതുപോലത്തെ ഒരു 10-15 എണ്ണം ഒക്കെ ഒന്ന് ചെയ്തു വരുമ്പോഴത്തേനും കാണാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ആരും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്കും കമന്റും ഒന്നും മറക്കണ്ട. ബൈ.